അപ്പോൾ ഞങ്ങളെല്ലാവരും അമ്പൂരിയിലെ കൂമ്പിച്ചൽ കടവ് പാലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പോയിട്ട് വന്ന് പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം പോയി അവിടെ വ്ളോഗ് ചെയ്യണം. അപ്പോൾ എല്ലാവരും അത് വീഡിയോ ചെയ്തു. എന്നാലും ഞങ്ങളുടെ രീതിയിലുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. പാലം വരുന്നതിന് മുന്നേ അവരുടെ ജീവിത രീതി എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് തിരക്കി നോക്കാം. പിന്നെ നമ്മളൊക്കെ ഒരുപാട് എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ അതൊന്നും കിട്ടാതെ ഈ പാലമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നാലേ അവർക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ് അവിടുത്തെ നാട്ടുകാർക്ക്. അപ്പം നെയ്യാർ ഡാം വഴിയാണ് പോകുന്നത്. നെയ്യാർ ഡാം അമ്പൂരിയിലാണ് ഈ കൂമ്പിച്ചൽ കടവ് പാലമുള്ളത്. അമ്പൂരി എന്ന് പറയുമ്പോഴത്തെ സ്ഥലങ്ങളെല്ലാം ഇതുപോലെ ആയിരിക്കും. എപ്പോഴും ഒരു തണുത്ത അന്തരീക്ഷമായിരിക്കും. ഇതുവഴിയുള്ള യാത്ര എന്ന് പറയുമ്പോൾ കിടിലമാണ് കേട്ടോ. റോഡുകളെല്ലാം നല്ല റോഡുകളാണ്. പ്രകൃതി രമണീയമായ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കിതുവഴി യാത്ര ചെയ്യാം. റോഡിൻ്റെ മറുവശത്ത് ഡാം റിസർവെയറാണ്. കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി യാത്ര ചെയ്യാം. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ പൊതിച്ചോറുമായിട്ടാണ് വന്നത്. ഇനി ആ പൊതിച്ചോറൊക്കെ കഴിച്ചിട്ടാണ് യാത്ര. അപ്പോൾ പൊതിച്ചോറിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണണ്ടേ. ദുഃഖവെള്ളി ആയതുകൊണ്ട് ഹോട്ടലൊന്നും കാണില്ല എന്നറിയാം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഒരു പൊതിച്ചോറ് സെറ്റ് ചെയ്തുകൊണ്ടാണ് പോയത്. ഇങ്ങനെയുള്ള യാത്രയിൽ എന്തെങ്കിലും വെറൈറ്റി ആകാമെന്ന് വിചാരിച്ചു. പൊതിച്ചോറ് കഴിച്ചിട്ട് ഒരുപാട് നാളായി. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പൊതിച്ചോറാണ്. അതുകൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് പൊതിച്ചോറ് സെറ്റ് ചെയ്തത്. മുരിങ്ങയില തോരനും ചക്കക്കുരു മെഴുക്കുരട്ടിയും ചക്കയും മുട്ട പൊരിച്ചതും പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതുമായിരുന്നു. അല്ലെങ്കിലും നമ്മൾ പോകുന്ന യാത്രകളുടെ ഇടവേളകളിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് അതിന് എത്ര വലിയ ഹോട്ടലിൽ കയറി കഴിച്ചാലും കിട്ടില്ല. ഇത്രയും കറികളാണ് കേട്ടോ. മോന് വെച്ചപ്പോൾ ചെറുതായിട്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. ഇത്രയും കറികളുണ്ട്. യാത്രക്കിടയിൽ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലിരുന്ന് ഒരു വക കഴിക്കില്ല. സത്യം പറഞ്ഞാൽ അവൻ പേടിച്ചാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിച്ചില്ലെങ്കിൽ ഇനി ഒരു സ്ഥലത്ത് കൊണ്ടുപോകില്ലെന്ന് മുൻകൂട്ടി പറയും. അതുകൊണ്ട് എല്ലാം അവൻ കഴിച്ചിട്ടേ അവിടെ നിന്ന് എണീക്കത്തുള്ളൂ. ഇവൻ കഴിച്ച് തീരുന്നത് വരെ ഞാൻ ഇവൻ്റെ മുന്നിൽ നിന്ന് മാറില്ല. എന്നെ നോക്കി നോക്കിയാണ് ആഹാരം കഴിക്കുന്നത്. സൂപ്പർ. സൂപ്പർ. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ചോറ്, ഈ ചൂട് ചോറ് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുമ്പം വാഴയിലയുടെ ഒരു മണം കൂടെ അതിൽ കിട്ടും. ആ മണം കൂടെ ചേർത്തെങ്കിൽ മാത്രമേ അത് നമ്മുടെ എങ്ങനെ പൊതിച്ചോറാകത്തുള്ളൂ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ചക്ക അമ്മ വെച്ചതാണ് കേട്ടോ. അമ്മ രാവിലെ വെച്ച് കൊടുത്തയച്ചാണ് ചക്ക. ബാക്കിയെല്ലാം ഞങ്ങൾ വെച്ചതാ. ഈ ചക്കക്കുരു മെഴുക്കുരട്ടിയൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. കുറച്ച് മെനക്കെട്ടാൽ മതി. ഇതൊക്കെ ചെയ്യാൻ കുറച്ച് പാടായോണ്ട് ആരും മെനക്കെടത്തില്ലേ. അതുപോലെ തന്നെ മുരിങ്ങയില, ഇത് ഊരിയെടുത്ത മുരിങ്ങയില നമ്മളെ വീട്ടിലെ മുരിങ്ങയിലാണ്. സൂപ്പർ അല്ലേ? അടിപൊളി. കളയല്ലേ. വില്ലേജ് ടൂറിസം ഉണ്ട്. അപ്പോൾ വില്ലേജ് ടൂറിസത്തിലോട്ട് നമ്മൾ എൻട്രി ആവുകയാണ്. വെള്ളം മുകളിൽ വരെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, വെള്ളം തീരെ അങ്ങ് താഴ്ന്നു പോയി. വെള്ളം കൂടുതലാണ്. അവിടെയൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. കൂമ്പിച്ചൽ കടവ് പാലത്തിലോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ആ പാലത്തിന്റെ പ്രകൃതി രമണീയമായ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ഗംഭീരമായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ആ പാലവും റോഡും ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ അതെ മായമുണ്ട്, കൂമ്പിച്ചൽ കടവുണ്ട്. റൈറ്റിലേക്കാണ് കണ്ടോ, ഒരു ജംഗ്ഷനാണ്. ഇറങ്ങി ചെല്ലുമ്പോൾ ജംഗ്ഷൻ ചെയ്തിരിക്കുന്ന കണ്ടില്ലേ. കൂമ്പിച്ചൽ കടവ് പാലം എത്തി. അടിപൊളി. കൂമ്പിച്ചൽ കടവ് പാലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. പാലത്തിലോട്ട് വണ്ടി അങ്ങ് നിർത്തിയിട്ടിട്ട് വേണം ജസ്റ്റ് ഒന്ന് ഒരു കാഴ്ചകളെല്ലാം കാണാനായിട്ട്. ഇതാ ഈ പാലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു ഗായ്സ്. അതിമനോഹരമായ കൂമ്പിച്ചൽ പാലത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. നമ്മൾ പലരും വീഡിയോയിൽ ചെയ്യുന്നതാണ് കണ്ടത്. പക്ഷേ നമ്മൾ ഇന്ന് ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. താഴോട്ട് നോക്കിയത് ശിവനെ കയ്യും കാലും വിറയ്ക്കുന്നു. കാരണം നല്ല ആഴമുള്ള റിസർവയർ. ഇത് ആറാണ് കേട്ടോ. റിസർവയറാണ്, ഡാമിൻ്റെ റിസർവയറാണെന്ന് തോന്നുന്നത്. നല്ല ലോങ് അവിടെ നിന്നേ കാണാൻ പറ്റും. വെള്ളം ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയത് മണൽത്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര എന്തായാലും ഒരു സംഭവം ആയിപ്പോട്ടെ. ഈ ഒരു പാലം പണി കഴിപ്പിച്ച ഈ CK ഹരീന്ദ്രൻ MLA ആണ്. അദ്ദേഹത്തിനോട് നമ്മൾ ഓരോരുത്തരും കടപ്പാടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. ഒരുപാട് പാവപ്പെട്ട കുടുംബക്കാർക്ക് പബ്ലിക്കിലോട്ട് ഇറങ്ങിപ്പോകാനുള്ള, അവർക്ക് അവരുടെ ഏരിയയിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങാനുള്ളൊരു സംവിധാനമാണ്. ഈ പാലം വരുന്നതിന് മുമ്പേ നിങ്ങൾ എങ്ങനെയായിരുന്നു യാത്ര, നിങ്ങളുടെ യാത്രയൊക്കെ? ഈ ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ
അല്ല വെള്ളം വന്നാലും ഇല്ലെങ്കിൽ ഇവിടുന്ന് വെള്ളത്തിലാണ് അക്കരെ പോയി. വെള്ളത്തിലാണ്. അപ്പൊ മഴ സമയങ്ങളിലും ഇങ്ങനെ തന്നെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്? ഇങ്ങനെ തന്നെ അല്ല വേറെ വഴിയില്ല? വേറെ വഴിയില്ല. കുറച്ച് മുമ്പേ ഇവിടെ അങ്ങ് മുകളില് ഒരു ചാക്കപ്പാറ പന്തപ്പിലാമുണ്ട്, ചെറിയ കൊച്ചു പാലമുണ്ട്. അപ്പൊ അതിനു മുമ്പേ പിന്നെ ആറുകാണിക്ക് കൂടെ പോകത്തക്ക ഒരു റോഡുണ്ടായി. അപ്പോൾ നമുക്കൊക്കെ വലിയൊരു സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെ അത്ര 8 കിലോമീറ്റർ ചുറ്റുവേണം വരാൻ. അപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്പൂരി. ഇവിടെ മൊത്തത്തിൽ രണ്ട് വാർഡായി. ഇപ്പൊ ഒരു വാർഡായിരുന്നു, 2 വാർഡായി. പന്തപ്പിലാമൂട് വാർഡും തൊടുമല വാർഡും. ഇപ്പൊ 2000 ചിലവാനും ആൾക്കാരുണ്ട്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാ. നേരത്തെ എല്ലാം ചുമന്നാ കൊണ്ടുപോകുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ തലയ്ക്ക് ചുമന്നാണ് കൊണ്ടുപോകുന്നത്. ആദിവാസികൾ തന്നെ ഒരു 7-8 കിലോമീറ്റർ ചുമന്നാണ്. 8 കിലോമീറ്റർ അല്ല, അതിൽ കൂടുതൽ ചുമന്നാണ് ആൾക്കാർ അമ്പൂരിക്ക് കൊല കൊണ്ടുവരുന്നത്. പിന്നെ ഇതിലേ താഴെ കാണുന്ന ഒരു കുറ്റി നിൽക്കുന്നത് കണ്ടോ, അതാണ് അത് വള്ളം കെട്ടുന്നൊരു ഇതാണ്. അതെ, അവിടെ വരുന്ന വെള്ളത്തിൽ കയറി ഇവിടെ വന്നിട്ട് അവിടെ തിരിച്ച് അതിൽ തന്നെ പിന്നെ നടന്നു പോകണം. അന്ന് വണ്ടിയൊന്നുമില്ല, ഒരു വണ്ടിയില്ല. നേരത്തെ തമ്പാനൂർ രവി സാർ ഇരിക്കുമ്പോൾ അവിടെ കല്ലിട്ടതാണ്. ഇവിടെ സ്റ്റേ ആയി തടഞ്ഞിട്ട് പിന്നെ അത് പണി നടക്കാതെ പോയി. മറ്റൊരു അതിന് ശേഷം അതിന് ശേഷം OT ജോർജ് വന്നായിരുന്നു, അദ്ദേഹം മാറിപ്പോയി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ CK സാർ വന്നത്. CK സാർ വന്ന ആത്മാർത്ഥമായിട്ട് നാട്ടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി വളരെ അങ്ങനെ തന്നെ വേണം. ഇപ്പം എന്താ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സാധാരണ പാവപ്പെട്ടവരെ കാണുന്ന എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പാവപ്പെട്ടവരുണ്ട്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ്റാണ് നമുക്കിവിടെ വേണ്ടത്. CK സാറിന് മാത്രമല്ല ഗവൺമെൻറ്റിനും ഹൃദയം നിറഞ്ഞ നന്ദിയാണ് രേഖപ്പെടുത്തുന്നത്. ഇതിൻ്റെ വീട് ആ സൈഡിലായിരുന്നു, അത്രയും ദൂരമായിരുന്നു. അന്നേരം ഈ റോഡുണ്ടല്ലോ, അതോ ഒരു പടിക്കെട്ട് സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് ബോട്ടുണ്ടാവും. ബോട്ടുണ്ടാവും. ആ ബോട്ടിൽ തോണി ബോട്ടല്ല, തോണി, വെള്ളം ഉണ്ടാവും. അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ അവർ കൊണ്ടുപോകും. നമ്മൾ കെട്ടിച്ചു വിട്ടിട്ട് അടുക്കള കാണാൻ വന്നായിരുന്നേ. വീട് കാണാൻ എന്നൊരു ചടങ്ങുണ്ടല്ലോ. അന്നേരം ആ ചടങ്ങിന് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒത്തിരി ആളുണ്ടായിരുന്നു. അന്നേരം ആർക്കും നിങ്ങളിവിടെ നിൽക്ക്, കുറച്ച് പേരെ കൊണ്ട് വിട്ടിട്ട് പറഞ്ഞാൽ ആർക്കും സമാധാനം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കയറുമ്പോൾ വെള്ളം കൊണ്ടൊരു സൈഡിൽ ചരിഞ്ഞ് പേടി ഒത്തിരി പ്രയാസപ്പെട്ടായിരുന്നു അന്ന്. എങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം നമുക്കന്ന് ഭയങ്കര പേടി. അയ്യോ, ഞങ്ങളുടെ കൊച്ചിനെ ഇങ്ങോട്ടാണ് അയച്ചത്, ഇങ്ങോട്ടാണ് കെട്ടിച്ചു വിട്ടത്. അവിടെ പപ്പ ഞങ്ങൾ ഇത്തിരി വഴക്ക് പറഞ്ഞ്. അവിടെ 4 ചേച്ചിമാരുണ്ട് അവൾക്ക്. അന്നേരം ആ ചേച്ചിമാരെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഇത്രയും കൊണ്ട് കെട്ടിച്ചു വിട്ടല്ലോ എന്ന് കരുതി. പിന്നെ അവള് ഹാപ്പി ആയിരുന്നു. എന്നിട്ട് പാലം കാണാൻ ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നതാണ്, മോന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നത്. ഇത്രയും വലിയ മനോഹാരിതയോടെ ഒരു പാലം തിരുവനന്തപുരം ജില്ലയിൽ വേറൊരിടത്തും കണ്ടിട്ടില്ല. അടുത്തൊരു ദ്വീപൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദ്വീപൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബോട്ടിങ്ങും അതുപോലെ തന്നെ കുട്ടവഞ്ചി സവാരിയൊക്കെ. പക്ഷെ ഈ ദേശത്ത് ഇത്രയും വന്നതൊരു ഭയങ്കര സന്തോഷം. അത് ഏത് പാർട്ടി ചെയ്ത് നേരത്തെ ഉമ്മൻചാണ്ടി സാർ ഇരുന്നപ്പോൾ തുടങ്ങി വെച്ചു. പക്ഷേ മറ്റേ നമ്മളെ പിണറായി സാർ വന്നപ്പോഴത്തേക്ക് അതിന് നിന്നത്. അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവർക്ക് 3 മക്കളാണ്. ഈ കുഞ്ഞ് നേരെ ഇറങ്ങി പോകുന്നത് ഈ ആറ്റിനകത്ത്, വീട്ടിന് തൊട്ട് ബാക്കില. അന്നേരം മഴയത്തൊക്കെ നന്നായിട്ട് വെള്ളം കയറുമ്പോഴത്തേക്ക് അങ്ങനെ അവള് വെള്ളത്തിൽ നിന്ന് കൊച്ചിനെ വലിച്ചെടുത്തിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയൂ. അതുകൊണ്ട് പേടിച്ചിട്ട് അവൾ പിന്നെ 3 പിള്ളേരെ അങ്ങോട്ട് ചേർത്ത് സ്കൂള് വെള്ളരുടെയും പിന്നെ പനച്ചമൂട് CSO ഇനി പേടി. എന്നെ പിള്ളേർ ഇച്ചിരി വളർന്നേ. ഇനി കുഴപ്പമില്ല. ഭയങ്കര ഹാപ്പിയാണ് എല്ലാവർക്കും. വളരെ സന്തോഷം. ഈ മലയുടെ മണ്ടയ്ക്കെല്ലാം ആൾക്കാർ കയറുമെന്നാണ് പറയുന്നത് കേട്ടോ. ശിവരാത്രിയുടെ അന്ന് ഈ മലയുടെ മണ്ടയ്ക്ക് എല്ലാവരും കയറുമെന്നാണ് പറയുന്നത്. ഇതിന്റെ മേളിലൊരു അമ്പലമുണ്ട് കേട്ടോ. ഈ പാലത്തിന് മുന്നേ ഇവിടെ ആൾക്കാരെ അക്കരയ്ക്കും ഇക്കരയ്ക്കും ഒക്കെ വെളി സ്ഥലങ്ങളിലോട്ടൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് കേട്ടോ. തോണി ഉണ്ടായിരുന്ന ആളാണ് ചേട്ടൻ. ഇപ്പോഴും ഇവിടെ സെക്യൂരിറ്റി ആയിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സാജു. ഞാൻ അമ്പൂരി പഞ്ചായത്തിൽ 28 വർഷമായിട്ട് കടത്തുകാരനായിരുന്നു. കടഞ്ഞതിന് ശേഷം ഇപ്പോൾ പാലം വന്നപ്പോൾ പാലം ഇതിലേ പോയതുകൊണ്ട് എനിക്ക് പണി നഷ്ടപ്പെട്ടു. അതിന് എനിക്ക് പഞ്ചായത്ത് തന്നെ എനിക്ക് സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ ഒരു ജോലി തന്നു. ഇപ്പം ജനങ്ങൾ ഇവിടെ എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും
വണ്ടി ഇടാതെയും വേസ്റ്റുകൾ ഇടാതെയും ആണ് എൻ്റെ ഡ്യൂട്ടി. സ്നേഹനിധിയായ ചേട്ടൻ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഗൈഡാണ് എല്ലാം. ഓതറൈസ്ഡ് ഗൈഡ്, അൺഓതറൈസ്ഡ് അല്ല, ഓതറൈസ്ഡ് ഗൈഡാണ് പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട്. നമ്മുടെ MLA ആണ് നമുക്ക് ഈ അത് തന്നെ നമ്മുടെ MLA പ്രത്യേകിച്ച് പറയാൻ പറ്റും. ഒരു MLA ആണ് നാടിന്റെ വികസനത്തിന് മുന്നിൽ നിൽക്കുന്നത്. അത് തന്നെ MLA യുടെ ഒരു കഴിവെന്നാണ് എല്ലാവരും പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാറശാല നിയോജക മണ്ഡലത്തിൽ നിന്നും വീണ്ടും പാലത്തിന്റെ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞതാ ഇത് തന്നെയാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എല്ലാവരും ഇപ്പൊ കാണാനായിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളൊക്കെ എത്തിച്ചേരട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും വന്ന ഒരു 10 പേരെടുത്തെങ്കിലും നിങ്ങൾ പറയും ഇതൊരു പാലം, സൂപ്പർ പാലമാണെന്ന്. ഇതിന്റെ ആ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പല ജില്ലകളിലും, നമ്മൾ വയനാടൊക്കെ പോയി മാത്രമേ ഇങ്ങനെ ദ്വീപുകളൊക്കെ കാണാൻ കഴിയുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഇതായി പാലത്തിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റും. ടിക്കറ്റ് ഒന്നും ഇല്ലാതെ ഇപ്പം കാണാൻ പറ്റും. ആൾ കൂടുമ്പോൾ ചിലപ്പോൾ ടിക്കറ്റൊക്കെ വെച്ചേക്കാം, എന്നാലും ഒരു നഷ്ടവുമില്ല. നമുക്കൊരു ടിക്കറ്റ് വെച്ച് ഇത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നതിൽ ഒരു നഷ്ടവും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കുമ്പിച്ചൽ കടവ് പാലം കഴിച്ചിട്ട് കുറച്ചുകൂടെ വനത്തിനകത്തോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ടൊന്നും കയറിയില്ല. നമ്മൾ എന്തായാലും ഇതിൻ്റെ സൈഡിൽ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വെച്ചു കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഈ ഡാമിൻ്റെ റിസർവയർ ആണല്ലോ, അതിൻ്റെ സൈഡിൽ ഒന്ന് ഇറങ്ങി, ഒരുപാട് വെള്ളത്തിലൊന്നും ഇറങ്ങല്ല, കരയിൽ നിന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. ഇതിപ്പം വേണ്ട ഡാമിനകത്തുനിന്ന് വെള്ളം അടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന പൈപ്പാണ് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർ വാങ്ങി വെക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കാണുമായിരിക്കും ഇത്. അതായത് ഡാമിൻ്റെ ഏരിയയിൽ കുറേ പാറയും സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. നമുക്കിതിലേ കയറി കൈ കഴുകണോ? ഇത് കഴുകിക്കും, അവിടെ ചെന്ന് കഴുകും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിടിലം കാഴ്ചകളാണ് കേട്ടോ. വെള്ളം ഇറങ്ങിയതിൻ്റെ ഒരു ഭംഗി, ഈ പറയുന്ന ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളമായിരുന്നു. വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഭംഗിയുണ്ട്. പാറപ്പുറത്തൊക്കെ കണ്ടില്ലേ, നല്ല പാറയൊക്കെ തെളിഞ്ഞ് കാണാം. പാറയുടെ മുകളിൽ കൂടി വെള്ളം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പം ഈ പാറയൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. പ്രത്യേകിച്ചൊരു കാര്യം പറയാം, ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ കണ്ണിനൊരു ബുദ്ധിമുട്ട് തോന്നും. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നേക്കാളും ഉള്ള കാഴ്ചകളാണ്, ഉൾക്കൊള്ളാൻ പറ്റുന്നേക്കാളും കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അന്ന് കണ്ടാൽ പറ്റും. ഇത് വരച്ച് വെച്ചേക്കുന്നവർ തോന്നില്ലേ, ഇവിടെ ഒരു പെൻസിൽ ഡ്രോയിങ് പോലെ തോന്നില്ല. ആ ഡ്രോയിങ് ഒന്നുമല്ല സംഭവം. ഇതൊരു വലിയ മലകളാണ്. ഇവിടെ മൊത്തം മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് കേട്ടോ. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കല്പമന്താര സ്വപ്നത്തിലോ. തീർത്തുകാറുണ്ടേ. ഹലോ ഗൈസ്, സ്വർഗം എന്ന് പറഞ്ഞാൽ അതിവിടെയാണ് കേട്ടോ. അടിപൊളി. എനിക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഒരുത്തൻ താഴെ നിന്ന് കരയാണ്. അവനെ ഞാൻ ഇതിൻ്റെ പുറത്തൊന്നും കയറ്റുന്നില്ല സത്യം. ഹലോ ഗൈസ്, പണി കിട്ടി. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഞാൻ പെട്ടു. നമുക്ക് ഇത് ചെരുപ്പ് കുഴിച്ചെടുക്കാം. ഹലോ ഗൈസ്, ആ ഗൈസ് ബാക്കി രണ്ടുപേരും പെട്ടു കേട്ടോ. എന്നെ കളിയാക്കി രണ്ടുപേരും തന്നെ തെങ്ങും കുഴി കുടിച്ചു വെക്കുന്നതിലൂടെ ആയിട്ടുണ്ട്. ചെരുപ്പ് വലിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. ആ ചെരുപ്പെടുത്തോ. വെള്ളം പറ്റിയ സ്ഥലമാണ്, അതുകൊണ്ടാ ഇങ്ങനെ പറ്റിയത്.